Hi dear students, welcome back to Sapphire Future Academy Board Booster Series. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അതിൽ ഹൗസ് ഹോൾഡ് പർപ്പസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തു. മിൽക്ക് ടു കേർഡ്, അതുപോലെ തന്നെ നമ്മുടെ വൈൻ മാനുഫാക്ചർ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ ചീസ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? മൈക്രോബ്സ് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പർപ്പസ്. ഇൻഡസ്ട്രീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കുറച്ചും കൂടി ലാർജ് സ്കെയിലുള്ള പ്രൊഡക്ഷൻ ആണ് ഇവിടെ എന്ത് വരുന്നത്? ഇൻഡസ്ട്രീസിൽ വരുന്നത് ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻസ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ സാധാരണ കേസിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ മെഡിസിൻസിന്റെ മാനുഫാക്ചർ, ആസിഡ്സിന്റെ മാനുഫാക്ചർ ലാർജ് സ്കെയിലിൽ നമ്മൾ എന്ത് ചെയ്യുവാണ്? പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസ്. എക്കണോമിക്കലി കുറച്ചും കൂടി കമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ പ്രോഡക്ട്സ് മാനുഫാക്ചർ. അതിന് നമുക്ക് എന്ത് ചെയ്യാം? മൈക്രോബ്സ് യൂസ് ചെയ്തതുപോലെ ബാക്ടീരിയാസിനെ യൂസ് ചെയ്യാം, ഫംഗസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പലതരത്തിലുള്ള സ്മോളസ്റ്റ് ആയിട്ടുള്ള മൈക്രോബ്സും യൂസ് ചെയ്യും. ഇപ്പം ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഏതാണ്? ബാക്ടീരിയാസിനെയും ഫംഗസിനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ നമ്മുടെ ഫസ്റ്റ് വരുന്നത് നമുക്കിവിടെ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ നമുക്ക് എന്ത് ചെയ്യും? ലാർജ് സ്കെയിലിൽ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം? ആന്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യാം. അതേപോലെ ആന്റിബയോട്ടിക്സിന്റെ മാനുഫാക്ചറിങ്ങിന്, ആന്റിബയോട്ടിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ മൈക്രോ ഓർഗാനിസിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് അല്ലെ. എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ മൈക്രോ ഓർഗാനിസിനെ പ്രധാനമായിട്ട് നമ്മുടെ ബാക്ടീരിയാസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി അല്ലെ. അപ്പൊ നോക്കുക, ഇവിടെ നമുക്ക് ആന്റിബയോട്ടിക്സ്, അതുപോലെ തന്നെ എൻസൈംസ് ഒക്കെ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി, അതേപോലെ ആൽക്കഹോൾ മാനുഫാക്ചർ ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? മൈക്രോബ്സിന് യൂസ് ചെയ്യാം. അപ്പൊ ഈ പ്രോഡക്ട്സ് ഒക്കെ ലാർജ് സ്കെയിലിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്? ചെറിയൊരു വെസലൊന്നും പോരാ അല്ലെ, ലാർജ് വെസൽസ് വേണം, ഫാക്ടറി പർപ്പസ് ആയതുകൊണ്ട്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസിനെ പറയുന്ന പേരാണ് ബയോ റിയാക്ടർ പോലെ. നമ്മൾ ബയോടെക്നോളജി ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബയോ റിയാക്ടേഴ്സ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഫെർമെന്റേഴ്സ്. ഫെർമെന്റേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ലാർജ് വെസൽസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ ഫെർമെന്റേഴ്സ് എന്ന് പറയും. ഈ ഫെർമെന്റേഴ്സിൽ വെച്ചിട്ടാണ് നമ്മൾ ലാർജ് സ്കെയിലിൽ ആൽക്കഹോളും ആന്റിബയോട്ടിക്സും എൻസൈംസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഒരു ചെറിയ വെസലിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ ലെസ് എമൗണ്ട് അല്ലേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് ആണ് ഈ ഫെർമെന്റർ. ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വലിയ ഫാക്ടറീസിലൊക്കെ ഇത്രയും വലിയ ഒരു എബവ് 1000 ലിറ്റേഴ്സ് ഒക്കെയുള്ള ടാങ്കുകളായിരിക്കും നമ്മൾ ഈ പറയുന്ന ഫെർമെന്റേഴ്സ്. അവിടെ എന്ത് ചെയ്യും? ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ അനൈറോബിക് റെസ്പിറേഷൻ ആണ്. അപ്പൊ എന്തായിരിക്കും? ഏത് കണ്ടീഷൻ ആയിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുക? അനൈറോബിക് കണ്ടീഷൻ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക. അതുകൊണ്ടാണ് ഇതൊക്കെ എപ്പോഴും ഈ ക്ലോസ്ഡ് വെസൽസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഫസ്റ്റ് പർപ്പസ് ആണ് മൈക്രോബ്സ് വെച്ച് നമുക്ക് എന്ത് ചെയ്യും? ഏത് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യാം? ബീവറേജ് ഇൻഡസ്ട്രി. ബീവറേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ആൽക്കഹോൾ ലിക്കർ ഇൻഡസ്ട്രീസ് ആണ് ബിവറേജ് ഇൻഡസ്ട്രീസ് എന്ന് പറയും. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേരും കൂടിയും പറയൂ കേട്ടോ, ബ്രൂവിംഗ് ഇൻഡസ്ട്രീസ് എന്ന് പറയും. ബ്രൂവിംഗ് ഇൻഡസ്ട്രീസ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? മൈക്രോബ്സിനെ യൂസ് ചെയ്യാം ബ്രൂവിംഗ് ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ നമ്മൾ ബിവറേജ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യും. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെ തന്നെയാണ്? നമ്മുടെ യൂണിസെല്ലാർ ആയിട്ടുള്ള ഫംഗസ്. ഏതാണ് ഫംഗസ്? നമ്മുടെ ഈസ്റ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് ഈസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യും. ഒപ്പം തന്നെ എന്താണ്? യൂണിസെല്ലാർ ആണ്. ബഡ്ഡിങ് വഴി പെട്ടെന്ന്, ഇപ്പൊ നമ്മൾ ഈ ഒരു യൂണിസെല്ലാർ ഫംഗസ് ഇതാണെങ്കിൽ ഇതെന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ബഡ്ഡിങ് വഴി മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് അതിന് എപ്പോഴും എല്ലാ പ്രോസസ്സിനും നമുക്ക് എടുക്കുന്നത്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? സൈമേസ് എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? ഈസ്റ്റിന്റെ സയന്റിഫിക് നെയിം നമ്മൾ ഓൾറെഡി പഠിച്ചു, സെക്കാരോമൈസിസ് സെർവിസിയെ. അപ്പൊ ഇതിന് എന്ത് കൊടുക്കാം? നമുക്ക് ബേക്കേഴ്സ് ഈസ്റ്റ് എന്നും പറയാം, ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നും പറയാം. കാരണം എന്താ? അത് ബേക്കിംഗ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്, ബ്രൂവിംഗ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രൂവേഴ്സ് ഈസ്റ്റ് അല്ലെങ്കിൽ ബേക്കേഴ്സ് ഈസ്റ്റ് എന്ന് പറഞ്ഞാലും രണ്ടിന്റെ സയന്റിഫിക് നെയിം എന്താണ്? സെയിം ആണ്. കാരണം രണ്ടുപേരും ഈസ്റ്റ് ആണ്. ഏതാണ്? സെക്കാരോമൈസിസ് സെർവിസി. അപ്പൊ നോക്കിക്കേ, ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് ആൽക്കഹോളിക് ആയിട്ടുള്ള ബീവറേജസ് ഉണ്ടാക്കാൻ വേണ്ടി. നമ്മൾ പ്രധാനമായിട്ട് എന്താണ്? നമ്മുടെ സിറിയൽസിൽ നിന്ന്, നമ്മുടെ സിറിയൽസ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മുടെ വീറ്റ്, മെയ്സ്, അങ്ങനെയുള്ള സിറിയൽസിൽ നിന്നും അതുപോലെ മാൾട്ടിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ആൽക്കഹോള് മാനുഫാക്ചർ ചെയ്യാം. അപ്പൊ നമുക്കിവിടെ ഈ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഏതാണ്? വൈൻ, വിസ്കി, ബീർ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ. അതൊക്കെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബീവറേജസ് ആണ്. അപ്പൊ ഇതിനെ നമ്മൾ 2 ടൈപ്സ് ആയിട്ടാണ് നമ്മുടെ
ബീവറേജസിനെ ഡിവൈഡ് ചെയ്യുക എന്താണ് വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ ചെയ്യാതെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും വിത്ത് ഡിസ്റ്റിലേഷൻ വിത്ത് ഡിസ്റ്റിലേഷനും വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഡിസ്റ്റിലറി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ ഇവിടെ സാധാരണ നമ്മൾ ഈ ഫെർമെന്റേഷൻ പ്രോസസ് ഒക്കെ നടത്തി കഴിയുമ്പോൾ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ ഈഥൈൽ ആൽക്കഹോളും ഫൈനൽ പ്രോഡക്ട്സ് എന്താണ് ഈഥൈൽ ആൽക്കഹോളാണ്. ഇവിടെ കൺവേർഷൻ എന്ത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇവിടെ ഈ സിറിയൽസ് ആണെങ്കിലും മാൾട്ട് ആണെങ്കിലും എന്ത് തന്നെയാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് തന്നെയാണ് ഇവിടെ സബ്സ്ട്രേറ്റ് ആയിട്ട് വരുന്നത്. C6H12O6 തന്നെയാണ് വരുന്നത്. അത് എന്തായിട്ട് വരുവാണ് ഈഥൈൽ ആൽക്കഹോൾ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ആൽക്കഹോളിന്റെ പ്രസൻസ് ഇപ്പൊ നമ്മൾ ഈ ഫെർമെന്റേഷൻ പ്രോസസ് നടന്ന എന്താ ഫോം ചെയ്യുള്ളൂ ഈഥൈൽ ആൽക്കഹോൾ ഫോം ചെയ്യും. പക്ഷെ ഈ വിത്ത് ഡിസ്റ്റിലേഷൻ ആകുമ്പോൾ എന്താണ് ആൽക്കഹോളിന്റെ പ്രസൻസ് ഇൻക്രീസ് ചെയ്യും. ആൽക്കഹോളിന്റെ കണ്ടന്റ് ഈഥൈൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. അതാണ് നമ്മൾ എന്ത് പറയുന്നത് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് വിത്ത് ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആൽക്കഹോൾ കണ്ടന്റ് കൂടിയിട്ടുള്ള ലിക്കേഴ്സ് ആണ് നമ്മുടെ ഏതൊക്കെ കൊടുക്കാം നമുക്കിപ്പോ റമ്മ് അതുപോലെ വിസ്കി അതൊക്കെ നമുക്ക് എന്തിന്റെ എക്സാമ്പിൾസ് ആണ് വിത്ത് ഡിസ്റ്റിലേഷൻ എക്സാമ്പിൾ ആണ്. വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ എന്ത് കുറവായിരിക്കും ആൽക്കഹോൾ കണ്ടന്റ് ലെസ് ആയിരിക്കും ലെസ് ആൽക്കഹോൾ ആയിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ അഡീഷണൽ ആയിട്ട് ഈഥൈൽ ആൽക്കഹോളിന്റെ പ്രസൻസ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നില്ല സാധാ ഫെർമെന്റേഷൻ വഴി പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ വീടുകളിലൊക്കെ സാധാരണ ചെയ്യുന്നതാണ് നമ്മൾ എന്ത് വൈൻ മാനുഫാക്ചർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ വൈൻ നമുക്ക് എവിടെ നിന്നൊക്കെ ചെയ്യാം നമ്മുടെ ഗ്രേപ്സിൽ നിന്ന് വൈൻ മാനുഫാക്ചർ ചെയ്യാം അല്ലെങ്കിൽ ഏത് ഫ്രൂട്ട്സിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം വൈൻ മാനുഫാക്ചർ ചെയ്യും. അപ്പൊ അവിടെ എന്താണ് നമ്മൾ ആൽക്കഹോൾ കണ്ടന്റ് കൂടാൻ വേണ്ടിയിട്ട് വേറെ പ്രോസസ് ഒന്നും നടത്തുന്നില്ല. സാധാരണ ഫെർമെന്റേഷൻ നടന്നിട്ട് എത്ര ആൽക്കഹോൾ ഉണ്ടോ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് അവിടെ ലെസ് എമൗണ്ട് ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ആണ് ഇവിടെ വരുന്നത് നമുക്ക് വൈൻ അതുപോലെ തന്നെ ബീറിലൊക്കെ വരുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ് വിത്തൗട്ട് ഡിസ്റ്റിലേഷൻ ആണ്. അതേസമയം നമ്മൾ റമ്മ് വിസ്കി ബ്രാൻഡി അതൊക്കെയാണെങ്കിൽ എന്താണ് വിത്ത് ഡിസ്റ്റിലേഷൻ ആണ്. അപ്പൊ ഏതാ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ഏത് തന്നെയാണ് നമ്മുടെ സെയിം തന്നെ ബേക്കേഴ്സ് ഈസ്റ്റ് അല്ലെങ്കിൽ ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് സയന്റിഫിക് നെയിം. സെക്കാരോമൈസിസ് സെർവിസിയ തന്നെയാണ് സയന്റിഫിക് നെയിം. അപ്പൊ ഇത് നമുക്ക് എന്താണ് ഈ സെയിം പ്രോസസ്സ് നമ്മൾ ലാർജ് സ്കെയിലിൽ ഒരു ഫെർമെന്ററിലാണ് സാധാരണ കേസിൽ എന്ത് ചെയ്യുന്നത് ഈ ബ്രൂവിംഗ് പ്രോസസ് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ബ്രൂവേഴ്സ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് നമ്മൾ പറയുന്നത്. And the next one that is for the manufacturing of different types of antibiotics. എന്തായിരിക്കും antibiotics എന്ന് പറഞ്ഞാൽ ആന്റി എന്ന് പറഞ്ഞാൽ എന്താണ് that is against അല്ലെ. ബയോ that means a living organism or a life. അപ്പൊ എന്തായിരിക്കും antibiotics that means against life അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം this antibiotics are considered as the chemicals. Chemical substance എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൊഡ്യൂസ് ഫ്രം അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് മൈക്രോബ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ യൂസിങ് മൈക്രോബ്സ്. ഇനി എന്തിനാ യൂസ് ചെയ്യുന്നത് യൂസ് ടു ഡിസ്ട്രോയ് മൈക്രോബ്സ് യൂസ് ടു ഡിസ്ട്രോയ് മൈക്രോബ്സ് മെയിൻലി ഏതാണ് നമ്മുടെ ബാക്ടീരിയ. ബാക്ടീരിയനെ കൺട്രോൾ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കോമൺ ആയിട്ട് ബാക്കിയും യൂസ് ചെയ്യാം നമുക്ക് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യും. പക്ഷെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയാസിനെ ഡിസ്ട്രോയ് ചെയ്യാനാണ് നമ്മൾ ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ആന്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ they are the chemical compounds that is produced by using microbes and used to destroy microbes. അപ്പൊ അതാണ് നമ്മൾ ആന്റിബയോട്ടിക്സ്. അപ്പൊ നമുക്ക് ഇവിടെ ആന്റിബയോട്ടിക്സ് നമ്മൾ എന്തിനാ അപ്ലൈ ചെയ്യുന്നത് നമുക്കിപ്പോ ഒരു ഫീവർ വന്നു അപ്പൊ അത് നമുക്കൊരു പാരസിറ്റമോൾ കഴിച്ചാൽ നമുക്കത് ക്യൂർ ആവും. ചില സമയത്ത് എന്താണ് ഫീവർ വന്നു കഴിഞ്ഞാലും പാരസിറ്റമോളുമേ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല അത് ക്യൂർ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ നമ്മുടെ ബോഡിയിലേക്ക് വന്ന പാത്തോജൻ മാക്സിമം നമ്പറിൽ നമ്മുടെ ബോഡിയിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഈ മൈക്രോബ്സിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഒരു സ്ട്രിപ്പ് ഫോമിൽ ഒരു 20 ക്യാപ്സ്യൂൾസ് ഒക്കെ ആയിട്ട് ഒരു സ്ട്രിപ്പ് ഉണ്ടാവും. അത് ഫുള്ള് കഴിക്കേണ്ടി വരും. എന്താ കാരണം നമ്മുടെ ബോഡിയിൽ മാക്സിമം നമ്പർ ഓഫ് ആര് വന്നു ബാക്ടീരിയാസ് വന്നു. അപ്പൊ അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അവിടെ ഫെയിലിയർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ് നമ്മൾ ഈ ബാക്ടീരിയാസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ കൊടുക്കുന്ന മെഡിസിൻസ് ആണ് നമ്മൾ എന്ത് പറയാ ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ആന്റിബയോട്ടിക്സിന്റെ മോഡ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ് ഇവർ ആദ്യം തന്നെ എന്ത് ചെയ്യും ഈ ബാക്ടീരിയയുടെ മൾട്ടിപ്ലിക്കേഷൻ അവിടെ പ്രിവെന്റ് ചെയ്യും. എങ്ങനെ പ്രിവെന്റ് ചെയ്യുന്നത് അതിന്റെ സെൽ വോൾ ഫോർമേഷനെ പ്രിവെന്റ് ചെയ്തു. സെൽ വോൾ ഫോം ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല
അതിന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ദെൻ നെക്സ്റ്റ് പിന്നെ പതുക്കെയാണ് നമ്മുടെ ഈ ബാക്ടീരിയാസിനെ ഡിസ്ട്രോയ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ ഒരു പകുതിയിലൊക്കെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് ബാക്ടീരിയാസിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് കംപ്ലീറ്റ് ചെയ്ത് ആ കോഴ്സ് കംപ്ലീറ്റ് ആക്കണം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഈ ഫസ്റ്റ് ആന്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്ത സയന്റിസ്റ്റ് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്, നമ്മുടെ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയില് സ്റ്റഡീസ് നടത്തുന്നത്, എക്സ്പെരിമെന്റ്സ് നടത്തുന്ന സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി ഒരു ദിവസം എന്ത് ചെയ്തില്ല, ആ ലാബറട്ടറി ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റാതെ അതിനുള്ള സമയം കിട്ടിയില്ല. പെട്ടെന്ന് അദ്ദേഹം അവിടുന്ന് പുറത്തോട്ട് പോകേണ്ടി വന്നു. അപ്പൊ തിരിച്ചു വന്നപ്പോഴേക്കും എന്ത് ചെയ്തു, ഈ സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയാസിനെ ഫുള്ള് എന്ത് ചെയ്തു, ഡിസ്ട്രോയ് ചെയ്തു. അത് ഫുള്ള് ഡിസപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ആര് വന്നിട്ടുണ്ടായിരുന്നു, വേറൊരു മൈക്രോ ഓർഗാനിസം ഇങ്ങനെ എമർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് മനസ്സിലായത് എന്ത്, ആ എമർജ് ചെയ്ത മൈക്രോ ഓർഗാനിസം ഏതാണ്, ഒരു ഫംഗസ് ആണ്. ആ ഫംഗസിന്റെ പേരാണ് എന്ത്, പെൻസിലിയം. അപ്പൊ ഫസ്റ്റ് ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയി. ദെൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്തത് എന്ത്, സ്റ്റെഫൈലോകോക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു ബാക്ടീരിയ ആണ് അല്ലെ. ഈ ബാക്ടീരിയാസിനെ വരെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗസ് ആണ് അവിടെ എറൈസ് ചെയ്തത്. ആ ഫംഗസിനെയാണ് എന്ത് പറഞ്ഞത്, പെൻസിലിയം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പെൻസിലിയം എന്ന് പറയുന്നത്, പെൻസിലിയത്തിന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ആന്റിബയോട്ടിക്സ് ആണ് എന്ത്, പെൻസിലിൻ. അപ്പോൾ ഈ പെൻസിലിയം എന്ന് പറയുന്ന ഫംഗസ് എന്ത് ചെയ്തു, പെനിസിലിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഈ കെമിക്കൽ കോമ്പൗണ്ട് ആണ്, അല്ലെങ്കിൽ നമ്മൾ ഈ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് ആന്റിബയോട്ടിക്സ്. അപ്പൊ അത് ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ് ആരായി, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആയി. ഓക്കെ, അപ്പൊ നമുക്ക് എവിടെ സ്റ്റഡി ചെയ്തിരുന്നത്, സ്റ്റെഫൈലോകോക്കസിൽ സ്റ്റഡി ചെയ്യുന്ന സമയത്താണ് പെൻസിലിൻ മാനുഫാക്ചർ ചെയ്ത് അല്ലെങ്കിൽ പെൻസിലിൻ ഡിസ്കവർ ചെയ്ത്. അപ്പോൾ ഈ ഫംഗസിന്റെ ഫുൾ നെയിമാണ് നമ്മൾ എന്ത്, പെൻസിലിയം നൊട്ടേറ്റ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോൾ റോക്കി ഫോർട്ടീസിന്റെ പഠിച്ചു. അവിടെ പെൻസിലിയം റോക്കി ഫോർട്ടി ആണ്. അത് പെൻസിലിയത്തിന്റെ തന്നെ ഡിഫറെന്റ് സ്പീഷീസ്. ഇവിടുത്തെ സ്പീഷീസ് നെയിമാണ് എന്ത്, നൊട്ടേറ്റം. പെൻസിലിയം നൊട്ടേറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗസിൽ നിന്ന് അലക്സാണ്ടർ ഫ്ലെമിംഗ് ഡിസ്കവർ ചെയ്തിട്ടുള്ള ഒരു ആന്റിബയോട്ടിക്സ് ആണ് എന്ത്, പെൻസിലിൻ എന്ന് പറയുന്നത്. പക്ഷെ ഈ ആന്റിബയോട്ടിക്സ് ഇപ്പൊ നമുക്ക് ഇത് എപ്പോഴാണ് യൂസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിലാണ് യൂസ് ചെയ്തത്. പക്ഷെ എന്താ വെച്ചാൽ ഈ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്താ ചെയ്തുള്ളൂ, പെൻസിലിനെ ജസ്റ്റ് ഡിസ്കവർ ചെയ്തത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ഫുൾ പൊട്ടൻഷ്യാലിറ്റി, അതായത് ഇതിന് ഡിഫറെന്റ് ബാക്ടീരിയാസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ അതിന് അപ്ലിക്കേഷൻ ഉണ്ട് എന്നൊക്കെ ഡിസ്കവർ ചെയ്തത് വേറെ രണ്ട് സയന്റിസ്റ്റ് ആണ്. നമ്മൾ ഹവാൾഡ് ഫ്ലോറി ആൻഡ് ദെൻ ഏണസ്റ്റ് ചെയിൻ. ഈ രണ്ട് സയന്റിസ്റ്റ് ആണ് എന്ത് കണ്ടുപിടിച്ചത്, നമ്മുടെ ഈ പെൻസിലിയത്തിന്റെ ഫുൾ പൊട്ടൻഷ്യാലിറ്റി, അതിന്റെ ഫുൾ കപ്പാസിറ്റി ഡിസ്കവർ ചെയ്ത സയന്റിസ്റ്റ് ആരാണ്, ഫ്ലോറി ആൻഡ് ചെയിൻ ആണ്. അപ്പൊ നമുക്ക് എന്താണ്, ഈ മൂന്ന് സയന്റിസ്റ്റിന് ആർക്കാണ്, അലക്സാണ്ടർ ഫ്ലെമിംഗ്, ദെൻ ഫ്ലോറി ആൻഡ് ചെയിൻ. ഈ മൂന്ന് സയന്റിസ്റ്റിനും എന്ത് കിട്ടി, നോബൽ പ്രൈസ് കിട്ടി 1945 ഏതിന്റെ ഡിസ്കവറി ആയിട്ട്, നമ്മുടെ പെൻസിലിന്റെ ഡിസ്കവറിയുടെ അതിന് നോബൽ പ്രൈസ് കിട്ടിയ സയന്റിസ്റ്റ് ആണ്. ആരൊക്കെ, നമ്മൾ അലക്സാണ്ടർ ഫ്ലെമിംഗ് ജസ്റ്റ് എന്താണ് പെൻസിലിൻ ഡിസ്കവർ ചെയ്തിട്ടുള്ളൂ, ഹവാൾഡ് ഫ്ലോറിയും ഏണസ്റ്റ് ചെയിനുമാണ് എന്ത് ചെയ്ത് അതിന്റെ ഫുൾ പൊട്ടൻഷ്യാലിറ്റി ഡെവലപ്പ് ചെയ്തു. നോബൽ പ്രൈസ് കിട്ടിയതാണ് 1945. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബാക്ടീരിയാസിൽ നിന്ന് ഫംഗസിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, ആന്റിബയോട്ടിക്സ് മാനുഫാക്ചർ. ഒരു എക്സാമ്പിൾ ആണ് നമ്മളിവിടെ പറയുന്നത്, സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക്സ് ആണ്. അതായത് ഇവിടെ നിന്നാണ് നമ്മുടെ സ്ട്രെപ്റ്റോമൈസിസ് ഗ്രിസിയസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ എന്ന് ഐസൊലേറ്റ് ചെയ്തതാണ്. അതുപോലെ നമ്മൾ നമ്മളിത് സ്ട്രെപ്റ്റോമൈസിൻ പറഞ്ഞു, നിയാമൈസിൻ, എറിത്രോമൈസിൻ, അങ്ങനെ പറഞ്ഞിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആന്റിബയോട്ടിക്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഈ ആന്റിബയോട്ടിക്സ് മാനുഫാക്ചർ ചെയ്യുന്നത് എവിടെ നിന്നൊക്കെയാണ്, നമുക്ക് നമ്മളിപ്പോ പഠിച്ചത് ഏതാണ്, ഫംഗസിൽ നിന്നാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഇതെന്താണ്, ബാക്ടീരിയ ആണ്. അപ്പൊ നമുക്ക് ആന്റിബയോട്ടിക്സ് എവിടെ നിന്നൊക്കെ മാനുഫാക്ചർ ചെയ്യാം, ബാക്ടീരിയ എന്ന് മാനുഫാക്ചർ ചെയ്യാം, ഫംഗസിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം ഉണ്ട്, ആക്ടിനോമൈസെറ്റ്സ് എന്ന് പറയും. ഈ ആക്ടിനോമൈസെറ്റ്സിൽ നിന്നും മാനുഫാക്ചർ ചെയ്യാൻ പറ്റും.
ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആന്റിബയോട്ടിക്സ് മാനുഫാക്ചർ ചെയ്ത് എവിടെ നിന്നാണ്? ബാക്ടീരിയാസിൽ നിന്നാണ്. ബാക്ടീരിയയിൽ തന്നെ ബാസിലസ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ. ബാസിലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റോഡ് ഷേപ്പ് ആയിട്ടുള്ള ബാക്ടീരിയ എന്നാണ്. ഈ റോഡ് ഷേപ്പ് ആയിട്ടുള്ള ബാസിലസ് ബാക്ടീരിയ എന്നാണ് ഏറ്റവും കൂടുതൽ ആന്റിബയോട്ടിക്സ് മാനുഫാക്ചർ ചെയ്തത്. അപ്പോൾ ബാക്ടീരിയാസിൽ നിന്ന്, ഫംഗസിൽ നിന്ന്, ആക്ടിനോമൈസെറ്റ്സ് എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്ക് ആന്റിബയോട്ടിക്സ് മാനുഫാക്ചർ ചെയ്യാം. ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസിൽ നിന്ന്, ബാക്ടീരിയയിൽ തന്നെ എവിടെ നിന്നാണ്? ബാസിലസിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ഏതില്? ഇൻഡസ്ട്രിയൽ പർപ്പസിൽ. ദെൻ നെക്സ്റ്റ് നമുക്ക് തേർഡ് വൺ നോക്കാം. നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിക് ആസിഡ്സ്. ആസിഡ്സിന്റെ മാനുഫാക്ചറിംഗിന് നമുക്ക് എന്ത് ചെയ്യാം? മൈക്രോബ്സ് യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ പറയുന്ന എക്സാമ്പിൾസ് ആണ് നമ്മൾ എന്ത്? അസെറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, lactic acid and butyric acid. Acetic acid, citric acid, lactic acid and butyric acid. അപ്പോൾ ഇവിടെ നമുക്ക് അസെറ്റിക് ആസിഡ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ പേരാണ് അസെറ്റോബാക്ടർ അസെറ്റെ. അപ്പോൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതിനൊന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഇവിടെ എന്തുണ്ട്? അസെറ്റി ഉണ്ട്, ഇവിടെ അസെറ്റി ഉണ്ട്. അപ്പോൾ അസെറ്റോബാക്ടർ അസെറ്റെ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. Then next one that is called as citric acid. അസെറ്റിക് ആസിഡ് ആണ് നമുക്കറിയാം നമ്മൾ വിനാഗർ അല്ലെങ്കിൽ വിനാഗിരി എന്ന് പറയുന്നതാണ് നമ്മൾ പ്രിസർവേറ്റീവ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അല്ലതാണ് നമ്മൾ അസെറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മളിപ്പോൾ പിക്കിൾസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് വിനെഗർ. ദെൻ നെക്സ്റ്റ് ആണ് നമ്മൾ എന്താ? സിട്രിക് ആസിഡ് എന്ന് പറയും. സിട്രിക് ആസിഡ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എന്താണ്? വേറൊരു മൈക്രോ ഓർഗാനിസം ആണ്. ദാറ്റ് ഈസ് കോൾഡ് ആസ്പെർഗില്ലസ് നൈഗർ. ആസ്പെർഗില്ലസ് നൈഗർ. And the third one that is called lactic acid. Lactic acid നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. Lactobacillus. And the last one that is called butyric acid. Butyric acid മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മൈക്രോബ് ആണ് ക്ലോസ്ട്രീഡിയം. ക്ലോസ്ട്രീഡിയം. Then next എന്താണ്? ഇതിന്റെ ഈ ഫസ്റ്റ് ഹാഫ് ഇവിടെ എഴുതിയാൽ മതി. ബ്യൂട്രിക്കം, ക്ലോസ്ട്രീഡിയം ബ്യൂട്ലിക്കം എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസിൽ നിന്നാണ് ബ്യൂട്രിക് ആസിഡ്. ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം. അപ്പൊ നമുക്ക് ഏതാണ്? 4 ആസിഡ്സ് ആണ്. അസെറ്റിക് ആസിഡ്, ദെൻ സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ആൻഡ് ദെൻ ബ്യൂട്രിക് ആസിഡ്. അപ്പൊ ഇതിനെയൊക്കെ കണക്ട് ചെയ്താൽ മതി. ഈ ബ്യൂട്രിക് ആസിഡിന്റെ ഇത്രയും ഇവിടെ ഉണ്ട്. ദെൻ ലാക്റ്റിക് ആസിഡിന്റെ ഓൾറെഡി ഇവിടെ ബാക്ടീരിയയുടെ പേരുണ്ട്. ദെൻ അസെറ്റിക് ആസിഡ് ആണെങ്കിൽ ഇവിടെ ഓൾറെഡി അതിന്റെ വരുന്നുണ്ട്. അപ്പൊ ഇത് മാത്രമാണ് ഡിഫറെന്റ് ആയിട്ട് വരുന്നത് സിട്രിക് ആസിഡ്. അപ്പൊ നമുക്കിവിടെ അസെറ്റിക് ആസിഡിന് പകരം വിനെഗർ എന്ന് ചോദിക്കാം. ദാറ്റ് ഈസ് മാനുഫാക്ചർ ബൈ യൂസിങ് അസെറ്റോബാക്ടർ അസെറ്റ്. ഇതിന്റെ ഡയഗ്രാംസ് ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അസെറ്റോബാക്ടർ, ദെൻ റോഡ് ഷേപ്പ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ് ആസ്പെർഗില്ലസ് നൈഗർ. ലാക്ടോബാസിലസ് ഇസ് അഗൈൻ റോഡ് ഷേപ്പ്. ദെൻ ബ്യൂട്ടിലിക്കം, അതും എന്താണ്? റോഡ് ഷേപ്പ് ആയിട്ടുള്ള ബാക്ടീരിയാസ് ആണ്. അപ്പൊ ഇതാണ് നമുക്ക് 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആസിഡ്സ്. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യാം? ഒരു ആൽക്കഹോളും കൂടി ആഡ് ചെയ്യാം. ഏതാണ് ആൽക്കഹോള്? ഈഥൈൽ ആൽക്കഹോൾ. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഏതാണ് യൂസ് ചെയ്യുന്നത്? ഈഥൈൽ ആൽക്കഹോളിന്റെ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ഏതാണ്? ഈസ്റ്റ്. അതും കൂടി വേണമെങ്കിൽ ഇവിടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ തന്നെയാണ്. അപ്പൊ നമുക്ക് ഏതാണ്? 4 ആസിഡ്സ്, ഓർഗാനിക് ആസിഡ്സ് ആണ്. അസെറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ആൻഡ് ബ്യൂട്രിക് ആസിഡ്. And the next one, certain enzymes ആണ് നമ്മൾ നെക്സ്റ്റ് വരുന്നത്. എൻസൈംസ് നമുക്ക് സാധാരണ കേസിൽ നമ്മൾ ലിപ്പേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ലിപ്പേസ് എൻസൈം എന്ന് പറഞ്ഞാൽ ലിപ്പിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈംസ് ആണ് ലിപ്പേസ് എൻസൈം. അല്ലെങ്കിൽ അതിന്റെ സബ്സ്ട്രേറ്റ് എപ്പോഴും എന്തായിരിക്കും? ലിപ്പിഡ്സ് ആണ്. അപ്പോൾ ഈ ലിപ്പേസ് എൻസൈം എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഡിറ്റർജൻസിലാണ്. ഡിറ്റർജൻസിൽ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഓയിൽ സ്റ്റെയിൻ. ഓയിൽ എന്ന് പറയുമ്പോൾ എന്താണത്? ലിപ്പിഡ് ആണ് അല്ലെങ്കിൽ ഫാറ്റ് ആണ്. അപ്പൊ ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈം ആണ് ഏത്? നമുക്ക് ലിപ്പേസ് എൻസൈം എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വരുന്ന 2 എൻസൈംസ് ആണ് പ്രോട്ടിയേസ് ആൻഡ് പെക്റ്റിനേസ്. പ്രോട്ടിയേസ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോട്ടീൻസ് ആണ് ഇവിടെ സബ്സ്ട്രേറ്റ്, അല്ലെങ്കിൽ പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എൻസൈം ആണ് പ്രോട്ടിയേസ്. ആൻഡ് ദെൻ പെക്റ്റിൻ. പെക്റ്റിൻ എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നതാണ് എന്ത്? പെക്റ്റിനേസ് എൻസൈം. അപ്പോൾ ഈ 2 എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ജ്യൂസിൽ, നമ്മുടെ ബോട്ടിൽ ജ്യൂസിൽ. ഇപ്പൊ നമ്മൾ വീട്ടിലൊക്കെ ജ്യൂസ് അടിക്കുമ്പോൾ നിറയെ ഫൈബേഴ്സിന്റെ പ്രസൻസ് ഉണ്ടാവും. പക്ഷെ അതിൽ ബോട്ടിൽ ജ്യൂസിൽ എന്തുണ്ടാവില്ല? ഫൈബേഴ്സ് ഉണ്ടാവില്ല. കാരണം എന്താ? അവര് ഈ 2 എൻസൈംസ് ഇവിടെ ആഡ് ചെയ്യും. ഏതാണ്? പ്രോട്ടിയേസ് ആൻഡ് പെക്റ്റിനേസ്. എന്തിനാണ്? ക്ലാരിഫൈ, അല്ലെങ്കിൽ നമുക്ക് ഇതിന് എന്താ പറയാ? ദീസ് ആർ കൺസിഡേർഡ് ക്ലാരിഫയിങ് ഏജന്റ്സ് എന്നാ പറയാം. ക്ലാരിഫയിങ് ഏജന്റ്സ് ഇൻ ഫ്രൂട്ട് ജ്യൂസ്.
ദെൻ നെക്സ്റ്റ് വേറൊരു എൻസൈമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, സ്ട്രെപ്റ്റോകൈനസ്. ഇത് നമുക്ക് മെഡിക്കൽ ഫീൽഡിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു എൻസൈമാണ് സ്ട്രെപ്റ്റോകൈനസ്. അപ്പൊ ഇതിനെ എവിടുന്നാണ് ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്നത്? ഏതാണ്? ഒരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്നാണ് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയും. സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ആണ്. കോക്കസ് എന്ന് പറയുമ്പോൾ എന്താ? റൗണ്ട് ഷേപ്പ് ആണ് അല്ലെ. അപ്പൊ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ഒരു മൈക്രോ ഓർഗാനിസത്തിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു എൻസൈമാണ് സ്ട്രെപ്റ്റോകൈനസ്. എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇപ്പൊ ഡയഗ്രാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മുടെ ആർട്ടറീസിലൊക്കെ എന്ത് ചെയ്യാണ്? ബ്ലഡ് ക്ലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് ക്ലോട്ട് ബസ്റ്റർ. ക്ലോട്ട് ബസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ടു റിമൂവ് എ ബ്ലഡ് ക്ലോട്ട്. അപ്പൊ ഈ എൻസൈം എവിടെ അപ്ലൈ ചെയ്യാൻ? നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രോക്ക് ഒക്കെ വരുന്ന ആൾക്കാർക്ക് ബ്ലഡ് ക്ലോട്ട്, അവിടെ ബ്ലഡ് വെസൽസിലൊക്കെ ബ്ലഡ് ക്ലോട്ട് ഉണ്ടെങ്കിൽ ആ ബ്ലഡ് ക്ലോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എൻസൈം ആണ് ഏത്? സ്ട്രെപ്റ്റോകൈനേസ് എൻസൈം. ദാറ്റ് ഈസ് അപ്ലിക്കബിൾ ഇൻ ഹാർട്ട് പേഷ്യൻസ്, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന പേഷ്യൻസിന്. അതുപോലെ സ്ട്രോക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യും. ഇതാണ് നമുക്ക് 3 ടൈപ്പ് ഓഫ് എൻസൈംസ് വരും. അപ്പൊ ഇതാണ് ഈ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ബാക്ടീരിയാസ് ആണ്. ഇവിടെ നമുക്ക് മൈക്രോ ഓർഗാനിസിന്റെ പേരിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല, ജസ്റ്റ് എൻസൈംസിന്റെ പേര് മാത്രം നോക്കിയാൽ മതി. ആൻഡ് ദ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് 2 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ദിസ് ഇസ് അഗൈൻ അപ്ലിക്കബിൾ ഇൻ മെഡിക്കൽ ഫീൽഡ്. One is called as cyclosporin A എന്ന് പറയും. Cyclosporin A. അപ്പൊ cyclosporin A എന്ന് പറഞ്ഞാൽ it is considered as the immunosuppressor. ഇമ്മ്യൂണോസപ്രസർ. എന്തായിരിക്കും ഇമ്മ്യൂണോസപ്രസർ എന്നുള്ള വേർഡിന് അർത്ഥം? നമ്മുടെ ഇമ്മ്യൂണിറ്റി റെഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ നമ്മുടെ ഇമ്മ്യൂണിറ്റി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക? ഡിസീസ് വരും അല്ലെ. അപ്പൊ നോർമൽ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമ്മുടെ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യില്ല. അപ്പൊ ഏത് സമയത്തായിരിക്കും? നമ്മൾ ഏതെങ്കിലും ഒരു ഓർഗൻ നമ്മൾ റിസീവ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഇമ്മ്യൂണിറ്റി റിഡ്യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ റിസീവ് ചെയ്ത ഓർഗൻ നമ്മുടെ ബോഡി റിജക്ട് ചെയ്യും. കാരണം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് എന്തിനുള്ള കപ്പാസിറ്റി ഉണ്ട്? നമ്മുടെ ഓൺ സെൽഫിനെ നോൺ സെൽഫിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണോ സപ്രസർ ബിഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ പേഷ്യന്റിന്റെ ബ്ലഡിലേക്ക് കൊടുക്കും. അപ്പൊ ഇത് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു മൈക്രോ ഓർഗാനിസം ആണ്. ദാറ്റ് ഈസ് കോൾഡ് ട്രൈക്കോഡെർമ പോളിസ്പോറം. ട്രൈക്കോഡെർമ പോളിസ്പോറം. ഇത് ജീനസ് നെയിം ആണ്. ഇത് ജീനസ് നെയിം, ഇത് സ്പീഷീസ് നെയിം. കണക്ട് ചെയ്ത് പഠിക്കുക. ഇവിടെയും ഒരു സ്പോർ ഉണ്ട്, ഇവിടെയും ഒരു സ്പോർ ഉണ്ട്. അപ്പൊ നമുക്ക് എന്താണ്? ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസം എക്സ്ട്രാക്ട് ചെയ്യുന്ന സൈക്ലോസ്പോറിനെ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ആസ് എൻ ഇമ്മ്യൂണോ സപ്രസർ. എപ്പോഴാണ്? ഡ്യൂറിങ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ടു അവോയ്ഡ് ഓർഗൻ റിജക്ഷൻ. ആൻഡ് ദ ലാസ്റ്റ് വൺ ദാറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിൻ. സ്റ്റാറ്റിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദി ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്. അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന മെഡിസിനിലെ കമ്പോണന്റ് ആണ് സ്റ്റാറ്റിൻ. അപ്പൊ സ്റ്റാറ്റിൻ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് ആണ്. ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ്. ആരായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക? കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ അല്ലെ. കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? നമുക്ക് സ്റ്റാറ്റിൻ എന്ന് പറയും. അപ്പൊ സ്റ്റാറ്റിൻ ഇതുപോലെ തന്നെ എന്താണ്? അതും ഒരു മൈക്രോ ഓർഗാനിസം ആണ് യൂസ് ചെയ്യുന്നത്. മൈക്രോ ഓർഗാനിസത്തിന്റെ പേരാണ് മൊണാസ്കസ്. മൊണാസ്കസ് പർപ്യൂറിയസ്. മൊണാസ്കസ് പർപ്യൂറിയസ് എന്ന് പറയുന്ന PUR 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എഴുതാം. പിന്നെ EUS ഇത് സയന്റിഫിക് നെയിം ആണ്, ജീനസ് നെയിമും സ്പീഷീസ് നെയിം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്? ഈ ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിംഗ് ഏജന്റ് ആയിട്ടുള്ള സ്റ്റാറ്റിൻ മാനുഫാക്ചർ ചെയ്യുന്ന മൊണാസ്കസ് പർപ്യൂറിയസ് എന്താണ്? ദീസ് ആർ ബിലോങ്സ് ടു ഫംഗസ് ആണ്. നമ്മുടെ ഈസ്റ്റിന്റെ ഒക്കെ കാറ്റഗറിയിൽ വരുന്ന ആൾക്കാർ തന്നെയാണ് ഇവര്. ഫംഗസ് ആണ്. ദെൻ ട്രൈക്കോഡെർമ പോളിസ്പോറം. ട്രൈക്കോഡെർമ പോളിസ്പോറം ഇതുപോലെ തന്നെ എന്താണ്? നമുക്ക് ഇതും ഒരു ഫംഗസ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതെന്ത് പറയാം? നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസ് ആണ്. ഒപ്പം തന്നെ എന്ത് ചെയ്യാം? ഈ 3 കോമ്പൗണ്ട്സ്, ഏത് 3 കോമ്പൗണ്ട്സ് ആണ്?
സൈക്ലോസ്പോറിനെ, സ്റ്റാറ്റിൻ, അതുപോലെ നമ്മുടെ സ്ട്രെപ്റ്റോകൈനേസ്. ഈ മൂന്നെണ്ണം തന്നെ നമ്മൾ എന്താ പറയുന്നത്? ദീസ് 3 ആർ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് എന്നും കൂടിയും പറയും, അല്ലെങ്കിൽ ബയോ ആക്റ്റീവ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. എന്തുകൊണ്ടാണ് ബയോ ആക്റ്റീവ് എന്ന് പറയുന്നത്? നമ്മുടെ ലിവിങ് ഓർഗാനിസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 എണ്ണമാണ് ഏത്? നമ്മുടെ സൈക്ലോസ്പോറിനെ, സ്റ്റാറ്റിൻ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു സ്ട്രെപ്റ്റോകൈനേസ് എൻസൈം. അപ്പൊ 3ന്റെയും എന്ത് ചെയ്യുക? മൈക്രോ ഓർഗാനിസിന്റെ പേരും പഠിക്കുക, ഒപ്പം തന്നെ അതിന്റെ യൂസ്. സ്ട്രെപ്റ്റോകൈനേസ് എൻസൈം എവിടെ നിന്നാണ് മാനുഫാക്ചർ ചെയ്തത്? നമ്മുടെ സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ്. അതെന്താ ചെയ്യുന്നത്? ക്ലോട്ട് ബസ്റ്റർ, ബ്ലഡ് ക്ലോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. സ്റ്റാറ്റിൻ ആണെങ്കിൽ എന്താണ്? നമ്മുടെ ബ്ലഡിലെ കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഫാറ്റി ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കൊളസ്ട്രോൾ. ഇത് ഡിറൈവ്ഡ് ഫോം ആണ്. അത് നമ്മുടെ ബ്ലഡ് വെസൽസിലൊക്കെ അത് ഡെപ്പോസിറ്റ് ചെയ്യും. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സ്റ്റാറ്റിൻ. അതുപോലെ സൈക്ലോസ്പോറിൻ എവിടെ നിന്നാണ്? നമ്മുടെ ട്രൈക്കോഡെർമ പോളിസ്പോറം എന്ന് പറയുന്ന ഒരു മൈക്രോബ്സിൽ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് എ ഇമ്മ്യൂണോ സപ്രസർ. അപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? മെയിൻ ആയിട്ട് നമ്മൾ കുറച്ച് ആദ്യം ആന്റിബയോട്ടിക്സിന്റെ പറഞ്ഞു, പിന്നെ എന്താണ് ഡിഫറെന്റ് ഓർഗാനിക് ആസിഡ്സ് പറഞ്ഞു, ദെൻ ബയോ ആക്റ്റീവ് ആയിട്ടുള്ള മോളിക്യൂൾ. ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ 3 എണ്ണത്തിനാണ് ഇമ്പോർട്ടൻസ്. ഇവിടെ നമുക്ക് ആസിഡ്സും ഒത്തിരി ഇമ്പോർട്ടന്റ് ആണ്. ഈ പേര് കേട്ടാൽ അറിയാൻ പറ്റും ഇവരെന്താണ്. ഇത് ബാക്ടീരിയ ആയിരിക്കോ ഫംഗസ് ആയിരിക്കോ? അസറ്റോബാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ബാക്ടീരിയ ആണ്. ആസ്പെർഗില്ലസ് നൈഗർ എന്ന് പറയുമ്പോൾ നിങ്ങൾ +1 പഠിച്ചതാണ്. ഇതും എന്താണ്? ഇത് ഫംഗസ് ആണ്. പക്ഷെ ഇവര് രണ്ടുപേരും എന്താണ്? ബാക്ടീരിയ. അപ്പൊ നമുക്ക് ആസിഡ്സിൽ എന്ത് വരും? 3 ബാക്ടീരിയാസും ഒരു ഫംഗസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? ഇൻഡസ്ട്രിയൽ പർപ്പസിൽ നമ്മൾ ഓവറോൾ നോക്കുമ്പോൾ എന്താ പ്രത്യേകത? മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരെയാണ്? ബാക്ടീരിയാസിനെയും ഫംഗസിനെയാണ്. അപ്പൊ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസിൽ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? ഫസ്റ്റ് നമ്മുടെ ആന്റിബയോട്ടിക്സിന്റെ പ്രിപ്പറേഷൻ പറഞ്ഞു. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഫെർമെന്റർ ആണ് യൂസ് ചെയ്യുന്നത്. ബീവറേജ് ഇൻഡസ്ട്രീസിൽ യൂസ് ചെയ്യും. ബേക്കിംഗ് ഇൻഡസ്ട്രീസ് വേണമെങ്കിൽ ഒന്നും കൂടിയും ഇവിടെ റിപ്പീറ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ നമുക്ക് ആന്റിബയോട്ടിക്സിന്റെ പ്രിപ്പറേഷൻ നമ്മൾ പറഞ്ഞപ്പോൾ 3 സയന്റിസ്റ്റിന്റെ കോൺട്രിബ്യൂഷനാണ് പറഞ്ഞത് അല്ലെ? ആരൊക്കെയാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്, അതുപോലെ തന്നെ ഫ്ലോറി ചെയിൻ. ഒപ്പം തന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ഇത് എപ്പോഴാണ് പെൻസിലിൻ നമ്മൾ യൂസ് ചെയ്തത്? സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണ് ഇത് യൂസ് ചെയ്തത്. നമ്മുടെ അമേരിക്കൻ സോൾജിയേഴ്സിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെൻസിലിൻ. അപ്പൊ സർജിക്കൽ ഫീൽഡിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ ആണ് നമ്മുടെ ഏതിന്റെ ഡിസ്കവറി? പെൻസിലിൻ ഡിസ്കവറി. അല്ലെങ്കിൽ സർജറി സക്സസ് ആണെങ്കിലും ആ വൂൺസിൽ കൂടെ എന്ത് ചെയ്യും? മൈക്രോ ഓർഗാനിസം, പ്രത്യേകിച്ച് ബാക്ടീരിയ വന്നിട്ട് ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ വഴി ഒരുപാട് ആൾക്കാർ ഡെത്ത് ആവുന്നുണ്ട്. അപ്പോൾ ഈ സെക്കൻഡ് വേൾഡ് വാറിൽ നമ്മൾ അമേരിക്കൻ സോൾജിയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരെ സേവ് ചെയ്യാൻ വേണ്ടി, വൂൺസിൽ നിന്നൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഈ പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്തത്. പിന്നെ നമുക്ക് ഇതിന്റെ ഡിസ്കവറി, ഇതിന്റെ നോബൽ പ്രൈസ് കിട്ടിയ 3 സയന്റിസ്റ്റിന്റെ പേരും ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. പിന്നെ നമുക്ക് 4 ആസിഡ്സ്, പിന്നെ ഒപ്പം തന്നെ എന്തും കൂടി ചേർക്കുക? അതിൽ ഈഥൈൽ ആൽക്കഹോളിന്റെ പ്രസൻസും കൂടിയും കൊടുക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് എന്താണ്? ഇത് ഇപ്പൊ നമ്മൾ ഇൻഡസ്ട്രിയൽ എന്ന് പറയുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? മെഡിക്കൽ ഫീൽഡിലായിട്ട് ചോദിക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 3 എണ്ണം മാത്രം കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ സൈക്ലോസ്പോറിനെയും അതുപോലെ തന്നെ ഇതിന്റെ കൂടെ എന്തും കൂടി ചേർക്കുക? ഇവിടെ നമ്മുടെ സ്ട്രെപ്റ്റോകൈനേസും കൂടി ചേർക്കാം. അപ്പൊ ഇത് ചിലപ്പോ നിങ്ങൾക്കൊരു ടേബിൾ ഫോമിലായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ടാവുക. ഇങ്ങനെ ടേബിൾ ഫോമിൽ വരുമ്പോൾ എന്താണ്? സൈക്ലോസ്പോറിനെ, ഇത് നമ്മുടെ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ് വരും. ഇവിടെ എന്ത് കൊടുക്കാം? മൈക്രോബ്സിന്റെ പേര് വരും. ദെൻ ലാസ്റ്റ് എന്ത് കൊടുക്കാം? ഇവിടെ യൂസ്. ഇങ്ങനെ ചിലപ്പോൾ ഒരു ടേബിൾ ഫോമിൽ ക്വസ്റ്റ്യൻ വരും. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ സൈക്ലോസ്പോറിൻ എ ആണെങ്കിൽ ഇവിടെ ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ് ആണ്. അപ്പൊ എന്താണ്? ഇവിടെ സൈക്ലോസ്പോറിൻ എ ആണെങ്കിൽ നമുക്കറിയാം മൈക്രോ ഓർഗാനിസം ഏതാണ്? ട്രൈക്കോഡെർമ അല്ലെ? ട്രൈക്കോഡെർമ പോളിസ്പോറം ആണ്. ഇവിടെ അതിന്റെ യൂസ് എന്ത് കൊടുക്കാം? സൈക്ലോസ്പോറിൻ എയുടെ യൂസ് ആണ് ഇമ്മ്യൂണോ സപ്രസർ. ഈ ഇങ്ങനെയാണ് ഇവിടെ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു വെക്കാം. ദെൻ സ്ട്രെപ്റ്റോകൈനേസ് എൻസൈം ഇവിടെ എന്ത് കൊടുക്കാം? സ്ട്രെപ്റ്റോകോക്കസ് കൊടുക്കണം. നമ്മൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. ഇവിടെ എന്താ കൊടുക്കണ്ടേ? മൊണാസ്കസ് അല്ല, ഇവിടെ എന്ത് കൊടുക്കണം? സ്ട്രെപ്റ്റോകോക്കസ് വരുമ്പോൾ ഇവിടെ എന്താണ്? ഇത് ക്ലോട്ട് ബസ്റ്റർ. ഇവിടെ ക്ലോട്ട് ബസ്റ്റർ കൊടുക്കുക. ഇവിടെ എന്താണ്? ബ്ലഡ് കൊളസ്ട്രോൾ ലോവറിങ് ഏജന്റ്. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചു പോവാ. ഇത്രയാണ് നമുക്ക് മെയിൻ ആയിട്ട് ഏത് വരുന്നത്? നമ്മുടെ ഇൻഡസ്ട്രിയൽ പർപ്പസ് വരുന്നത്. ഓക്കെ, സോ ഓൾ ഓഫ് യു സ്റ്റഡി